അല്ല, ആ രീതിയിലുള്ള ഒരു ധ്വനിയാണ് നമ്മുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ വാക്കിൽ ഉള്ളത്. വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തെടുത്ത് അന്വേഷണപ്രകാരം ഭരണം മുന്നോട്ട് കൊണ്ടുപോകും. ഇത് ഡെലിവറി ചെയ്തില്ലെങ്കിൽ അടുത്ത 1-2 വർഷം കൊണ്ട് ഈ സർക്കാരിന് ക്രൈസിസ് ഉണ്ടാവും, സതീശനും ക്രൈസിസ് ഉണ്ടാവും. ശ്രീ ജയശങ്കർ, 1.5 മാസം മാത്രം പ്രായമായ സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന ചോദ്യം ഒരു ഭാഗത്ത്, കോൺഗ്രസിൽ നിന്ന് തന്നെയാണോ ഈ സർക്കാർ ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടുന്നതെന്നുള്ള ചോദ്യം മറ്റൊരു ഭാഗത്ത്. യാഥാർത്ഥ്യം എന്താണ്? വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ താഴ്ത്തിക്കെട്ടാനും അദ്ദേഹം ഒരു കഴിവുകെട്ടവനാണ്, അല്ലെങ്കിൽ മറ്റ് ഹിഡൻ അജണ്ട പലതും ഉള്ള ആളാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ഈ CPM സൈബർ ഹാൻഡിലുകൾ വളരെ അത്യധ്വാനം ചെയ്തു. അത് ഈ രംഗം ശ്രദ്ധിക്കേണ്ട ആർക്കും മനസ്സിലാവും. സമീപകാലത്ത് മറ്റൊരു നേതാവിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത രീതിയിലുള്ള സൈബർ ബുള്ളിങ് അദ്ദേഹത്തിനെതിരെ നടത്തി. അത് തുടക്കത്തിൽ CPM കാരുടെ ഭാഗത്തുനിന്ന്, ഇടതുപക്ഷക്കാരുടെ ഭാഗത്തുനിന്ന്, പിന്നീട് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി നിയമസഭാ കക്ഷിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതിന് ശേഷം അത് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം സൈബർ ഗുണ്ടകളുടെ നേതൃത്വത്തിലായി. സത്യം പറഞ്ഞ CPM കാരൊക്കെ നിഷ്പ്രഭരായി. കാരണം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നേരത്തെ കോൺഗ്രസിന് വേണ്ടി പ്രചാരവേല നടത്തിയിരുന്നവരാണ്. അവർ പൂർണ്ണമായിട്ടും, പ്രത്യേകിച്ച് ചില യൂട്യൂബ് ചാനലുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിരപരാധിത്വത്തിലേക്ക് പറ്റി അത്യധ്വാനിച്ചു. സതീശനൊന്നും ഗൗനിച്ചില്ല എന്നുള്ള വേറെ കാര്യം. ഏതായാലും തെരഞ്ഞെടുപ്പിലേക്ക് പോയി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചിത്രം മാറി. 3 സ്ഥാനാർത്ഥികൾ ശക്തമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ ഇതുപോലെ വലിയ ചേരിതിരിവുണ്ടായി. പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത്, സാധാരണക്കാരായ ആളുകളുടെ ഭാഗത്ത് കൂടുതൽ പിന്തുണ സതീശനായിരുന്നു. അതാണ് VM സുധീരനിൽ കൂടിയും K മുരളീധരനിൽ കൂടിയും ഹൈക്കമാൻഡിലെത്തിയതും ഇപ്പോൾ സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു. സതീശനേക്കാൾ യോഗ്യന്മാരാണോ മറ്റു 2 പേർന്ന് വെച്ചാൽ അത് വേറെ ചോദ്യമാണ്. ഇദ്ദേഹത്തെക്കാൾ യോഗ്യത അവർക്ക് പല കാര്യങ്ങളിലും ഉണ്ട്. ചില കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന് അവരെക്കാൾ യോഗ്യത ഉണ്ട്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മാനദണ്ഡമൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും ജനപിന്തുണ, ജനങ്ങൾ ആഗ്രഹിച്ചാൽ, ജനങ്ങൾ പ്രതീക്ഷിച്ച മുഖ്യമന്ത്രി വി ഡി സതീശനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ സ്ഥാനത്തെത്തിയത്. ഏതായാലും മന്ത്രിസഭ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയും K മുരളീധരൻ ഒഴിച്ച് മിക്കവാറും മന്ത്രിമാരും സതീശന് എതിര് നിന്ന വിഭാഗത്തിൽ നിന്നാണ് വന്നത്. പക്ഷേ അതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതിൽ പലരും, ഏറെക്കുറെ എല്ലാവരും തന്നെ ഭരണപരിചയമില്ലാത്തവരും, പലരും ആദ്യമായിട്ട് നിയമസഭയിൽ അംഗങ്ങളായിട്ട് വരുന്നവരും. അപ്പോൾ അതിൻ്റേതായ ഒരു പരിചയക്കുറവും അങ്കലാപ്പും വേവലാതിയൊക്കെ അവർക്കുണ്ട്. ഞാനിപ്പോൾ ആരുടെ പേരെടുത്ത് പറയുന്നില്ല. കേൾക്കുന്നവർക്ക് ആ പേരുകൾ, അവരുടെ ആ മുഖങ്ങൾ അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. പലർക്കും എതിർക്കണമെന്നുണ്ട്. പക്ഷേ അത് സാധിക്കില്ല. പിന്നെ ഈ നിയമസഭ, നമ്മൾ ഈ ക്യാബിനറ്റ് സമ്പ്രദായത്തെ പറ്റി പറയുമ്പോൾ പൊതുവേ പറയുന്നത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി തുല്യരിൽ ഒന്നാമൻ എന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ല. സത്യത്തിൽ മുഖ്യമന്ത്രിയുടേത് വളരെ ഉയർന്ന ഒരു പദവി. മറ്റ് മന്ത്രിമാർ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിതരായിട്ടുള്ള ആളുകളും. ഇതൊരു കൂട്ടുകക്ഷി സർക്കാരാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ സഖ്യകക്ഷികളിലും കുഞ്ഞാലിക്കുട്ടി, ബോറിസ് ജോസഫ്, അനൂപ് ജേക്കബ്, അങ്ങനെ വളരെ ഷിബു ബേബി, ഇത്ര പേരൊഴിച്ച് ബാക്കി ആരും തന്നെ പരിചയസമ്പന്നരായിട്ടില്ല. അപ്പോൾ അതും ഒരു സാഹചര്യമാണ്. ഇപ്പോൾ സതീശന് ഒരു മേൽക്കൈ അവിടെ ഉണ്ട്. അത് ഈ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽ, അതായത് ഈ മുദ്രിക നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ മനസ്താപത്തിനിടയാക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇയാളിങ്ങനെ ഭരിച്ച് മുന്നോട്ട് പോയാൽ മറ്റേ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇനി ഏത് കാലവും കാത്തിരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അതിൻ്റെ സംഗതി. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് വലിയ മനസ്താപം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഈ സ്ഥാനം നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഈ പാരച്യൂട്ടിൽ വന്നിറങ്ങാൻ ആഗ്രഹിച്ച താല്പര്യപ്പെട്ട നേതാവിൻ്റെ ആ സിൽബന്തികൾക്കും അദ്ദേഹത്തിന് തന്നെ വലിയ മനസ്താപം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരാൽ കഴിയുന്ന രീതിയിലുള്ള ഇടങ്കോലുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും ഇവിടെ ഫലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വി ഡി സതീശൻ നല്ല താല്പര്യമുള്ള, ഇച്ഛാശക്തിയുള്ളൊരു നേതാവാണ്. എനിക്ക് തോന്നുന്നത് K കരുണാകരനാണ് അദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഉറച്ച നിലപാടുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി. CPM കാർ അവരാൽ കഴിയുന്ന രീതിയിൽ ഒടിഞ്ഞ വാളും അല്ലെങ്കിൽ ഊർച്ചയില്ലാത്ത അസ്ത്രങ്ങളുമായിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെയുള്ള ആക്രമണമൊക്കെ മുഖ്യമന്ത്രിക്ക് നല്ലതാണ്. കാരണം എല്ലാവരും ഇദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നത് എന്ത് ചെയ്യും? കുറച്ച് പേർ അദ്ദേഹത്തെ വിമർശിക്കട്ടെ. അപ്പോൾ ഈ വിമർശിക്കുന്നതോറും അദ്ദേഹത്തിൻ്റെ ആ പ്രാഗൽഭ്യം വർദ്ധിക്കും. അദ്ദേഹത്തിൻ്റെ വാഗ്ദാടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, അദ്ദേഹത്തിൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞാൽ ആർക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. പിന്നെ എന്തിനും ഒരു ലോജിക്കുണ്ട്. ആ ലോജിക്കലായിട്ട് മാത്രമേ അദ്ദേഹം സംസാരിക്കുള്ളൂ. ജനങ്ങളുടെ ബുദ്ധിയെ പരീക്ഷിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ അദ്ദേഹം ഒരിക്കലും പറയുകയില്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് സ്വീകാര്യതയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസ്യതയുണ്ട്. അത് രണ്ടും ഉള്ളിടത്തോളം കാലം ഈ വിരുദ്ധന്മാരെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ എന്താണ്
തോറ്റ് തൊപ്പിട്ട ഇസ്മയുടെ ഏഴാങ്കൂലികളൊന്നും അദ്ദേഹത്തിന് വകവയ്ക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അങ്ങനെ വകവയ്ക്കുന്ന ആളുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഓളമൊന്നും നമ്മൾ കണക്കാക്കേണ്ടതില്ല. പുള്ളി ഇതൊക്കെ പുല്ല് പോലെ അതിജീവിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ ജയശങ്കർ, ഇപ്പോൾ KPCCയുടെ 2 ജനറൽ സെക്രട്ടറിമാർ തന്നെ 2 വ്യത്യസ്ത വിഷയങ്ങളിൽ സർക്കാരിനെതിരെ VD സതീശനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനം, അതുപോലെ സർക്കാർ KPCC അല്ലെങ്കിൽ പാർട്ടിക്ക് മുഖ്യമന്ത്രി വഴങ്ങണം എന്നുള്ളത്. ഈ 2 പേരും KC വേണുഗോപാലിൻ്റെ പക്ഷക്കാരാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. KC വേണുഗോപാൽ അറിഞ്ഞുകൊണ്ടാണോ ഇവർ ചെയ്യുന്നത് എന്നറിയില്ല. എങ്കിലും അത്തരം നേതാക്കളൊക്കെ രംഗത്തിറങ്ങുന്നതിൻ്റെ പിന്നിലെന്താണ്? അല്ല, അതിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ ആളെ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വീരോചിതമായിട്ട് തോറ്റുപോയാണ്. തോറ്റ മേയർ എന്ന പേരിലാണ് അദ്ദേഹം കോഴിക്കോട്ട് അറിയപ്പെടുന്നത്. കാരണം മേയർ സ്ഥാനാർത്ഥിയാണ്, പക്ഷേ ജനങ്ങൾ തോൽപ്പിച്ചു. ഭൂരിപക്ഷവും UDFന് കിട്ടിയില്ല. പൊതുവെ ഒരു UDF അനുകൂല അന്തരീക്ഷമുള്ളപ്പോൾ പോലും കോഴിക്കോട് കോർപ്പറേഷൻ LDFനാണ് ഇപ്പോൾ ഭരണം കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല BJP ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ മുന്നേറ്റം നടത്തി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നിരാശതാബോധത്തിൽ നിന്നാണ് പുള്ളി ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നത്. പിന്നെ KPCCക്ക് മുഖ്യമന്ത്രി വഴിപ്പെടുന്നതൊക്കെ പറഞ്ഞ് കേൾക്കാൻ രസമുണ്ട്, എങ്കിലും പ്രാവർത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി പൊതുവെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ആരും തന്നെയായാലും വേക്കാരനായാലും ശരിയാണ്, കരുണാകരനായാലും ശരിയാണ്, ഉമ്മൻചാണ്ടിയായാലും ശരിയാണ്, KPCC പ്രസിഡൻറ്റിനോട് ഒരു അഭിപ്രായം തേടും. അഭിപ്രായമാണ്. KPCC പ്രസിഡൻറ്റിൻ്റെ അനുവാദമല്ല തേടുന്നത്, അഭിപ്രായം തേടും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. CV പത്മരാജൻ എത്രയോ ജൂനിയറായിട്ടുള്ള ആളായിരുന്നു, ഇപ്പോഴല്ല, അക്കാലത്ത് 82, 87 കാലത്ത് അദ്ദേഹം KPCC പ്രസിഡന്റ്. പക്ഷേ CV പത്മരാജൻ ജൂനിയറാണ് എന്ന് കരുതി കരുണാകരൻ യാതൊരു ഉപേക്ഷയും കാണിച്ചിട്ടില്ല. അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷമാണ് പുള്ളി ചെയ്തത്. അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. KPCCയുടെ പൂർണ്ണയോഗം വിളിച്ചു കൂട്ടി അങ്ങനെ വിളിക്കണേ പുത്തരിക്കണ്ട മൈതാനത്ത് വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ചന്ദ്രശേഖരനാഥ സ്റ്റേഡിയത്തിൽ വിളിക്കുന്നത്. അത്രയധികം ഭാരവാഹികളുണ്ട് KPCC ജനറൽ സെക്രട്ടറിമാരെ 58 or 59 ആയിട്ടുണ്ട്. ഇവരെയൊക്കെ വിളിച്ച് അഭിപ്രായം ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. KPCC പ്രസിഡന്റിനോടൊരു അഭിപ്രായം ചോദിക്കും, അതിനൊരു അഭിപ്രായം പറയും, ഇതെങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതനുസരിച്ച് ചെയ്യും. ഇനി KPCC എക്സിക്യൂട്ടീവ് കൂടിയിട്ട് പൂർണ്ണമായിട്ട് നിരാകരിച്ച കാര്യങ്ങൾ ഉമ്മൻചാണ്ടി ചെയ്തിട്ടില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ടത് ലീഗിന് 5ാം മന്ത്രി കൊടുത്ത സംഭവം ഓർമ്മയില്ലേ? KPCC എക്സിക്യൂട്ടീവ് വിളിച്ചു കൂട്ടിയപ്പോൾ ഒരാൾ പോലും ലീഗിന് 5ാം മന്ത്രി കൊടുക്കണമെന്ന് പറഞ്ഞില്ല. എല്ലാവരും എതിർത്തു. ഏറ്റവും ശക്തമായിട്ട് എതിർത്തത് MM അസ്രി, M ഷാനവാസ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആന്റണി അത് മുഴുവൻ തല ഉരുക്കി കേട്ടു, ശരിയാക്കി തന്നെ. അത് ഡൽഹിയിൽ പോയിട്ട് സോണിയാഗാന്ധിയെ കണ്ട് തിരിച്ചു വന്നിട്ട് ആദ്യം തന്നെ അനൂപ് ജേക്കബിനെ വിളിച്ച്, അതിനുശേഷം നമ്മുടെ ഇദ്ദേഹത്തെ വിളിച്ചു, മഞ്ഞളാകുഴി അലിയെ വിളിച്ച്, രണ്ടുപേരെ സ്വയർ ചെയ്തു. ഒരു പ്രശ്നം ഉണ്ടായില്ല. കുറച്ച് പേര് ഇതുപോലെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു, അത്ര തന്നെ. അല്ലാതെ KPCC എക്സിക്യൂട്ടീവിനോ ഈവൻ KPCC പ്രസിഡന്റിന് പോലുമോ മുഖ്യമന്ത്രിയുടെ പേര്, കോൺഗ്രസ്സുകാരനായാലും മുഖ്യമന്ത്രിയുടെ പേര് വീറ്റോ പവറൊന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമില്ല, കീഴ്വഴക്കമുള്ളതല്ലേ. ഒരു ഘട്ടത്തിൽ എന്തോ ഒരു കാര്യം പത്മരാജനോട് ആലോചിക്കാതെ കരുണാകരൻ ചെയ്തു. അപ്പോൾ പത്മരാജൻ പരിഭവിച്ചു. പുള്ളി ഒരു അന്തസ്സുള്ള കോൺഗ്രസ്സുകാരൻ, പിന്നെ KPCC പ്രസിഡന്റ് പദവിയുടെ ഗൗരവവും മഹത്വം അറിയുന്ന ആളായിരുന്നു. അപ്പോൾ കരുണാകരൻ പറഞ്ഞതെന്നറിയോ, ഈ പ്രസിഡന്റ് എങ്ങനെ പ്രസിഡൻ്റായി എന്ന് ആലോചിച്ചാൽ മതി എന്നാണ്. പ്രസിഡന്റിനെ പ്രസിഡൻ്റാക്കിയത് അദ്ദേഹമാണ്, മനസ്സിലായി. അപ്പോൾ ഇത്രേ ഉള്ളൂ. KPCC പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ ആനക്കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ഭരണമുള്ളപ്പോൾ. നമ്മുടെ തെന്നല ബാലകൃഷ്ണപിള്ള സാറിനെ പോലെ ഒക്കെ പരമസാധുക്കളായിട്ടുള്ള ആൾക്കാർ ഇരുന്നിട്ടുള്ള പദവിയാണ്. അതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ KPCC എക്സിക്യൂട്ടീവ് വിളിച്ചു വിട്ടിട്ടോ, നിർവാഹക സമിതി വിട്ടിട്ടോ, രാഷ്ട്രീയ ഉപദേശക സമിതി വിളിച്ചു വിട്ടിട്ടോ ഒന്നും മധ്യനയം തീരുമാനിക്കാൻ പറ്റില്ല, ഒരു നയവും തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ പരാതി പറയുന്നവർക്ക് പലതും പറയും. പിന്നെ നിരാശരായ ആളുകളുണ്ട്, MLA മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തവരുണ്ട്, കിട്ടിയിട്ട് തോറ്റുപോയവരുണ്ട്, പലരുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഫ്രസ്ട്രേഷൻ അനുസരിച്ച് ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടില്ല. സത്യത്തിൽ ഇവരൊക്കെ പറയണത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം പറഞ്ഞ് അവരുടെ വിഷമം മാറട്ടെ, അവരുടെ ദുഃഖം ശമിക്കട്ടെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മറ്റേ പുള്ളിക്ക് ഒരു സന്തോഷം ഉണ്ടാവും, ഇവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. പിന്നെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ, ആർക്കും വിമർശിക്കാം. കോൺഗ്രസ്സുകാർക്കും വിമർശിക്കാം, ഘടകകക്ഷികൾക്കും വിമർശിക്കാം, നമ്മളെപ്പോലുള്ള ആളുകൾക്കും വിമർശിക്കാം, മാർക്സിസ്റ്റുകാർക്കും CPIക്കാർക്കും BJPക്കാർക്കും എല്ലാവർക്കും വിമർശിക്കാം. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ, അതല്ലേ ജനാധിപത്യം. അപ്പോൾ അതുകൊണ്ട് വിമർശനമൊക്കെ നല്ലതാണ്. ആ വിമർശനം കൊണ്ടൊന്നും ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായയോ പ്രവൃത്തിയോ ബാധിക്കാതിരുന്നാൽ മതി, അത്രമാത്രം നോക്കിയാൽ മതി. ശ്രീ ജയശങ്കർ, ഇത് സതീശൻ്റെ ഒറ്റയ്ക്കുള്ള തീരുമാനത്തിനെതിരായ വിമർശനമാണോ? പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യാതെ മദ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ധാതു, മണൽ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ വിനിയോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഈ സതീശൻ്റെ ഒരു സ്വന്തം തീരുമാനം എന്ന വിമർശനം ഇതിലുണ്ടോ?
അല്ല, ആ രീതിയിലുള്ള ഒരു ധ്വനിയാണ് നമ്മുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ വാക്കിൽ ഉള്ളത്. വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തെടുത്ത് തൻ്റെ ഇഷ്ടപ്രകാരം ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മന്ത്രിമാരെ ആരെയും വിശ്വാസത്തിലെടുക്കുന്നില്ല, അല്ലെങ്കിൽ മന്ത്രിമാർക്ക് ആർക്കും ഇദ്ദേഹത്തിൻ്റെ മേൽ യാതൊരു തരത്തിലുള്ള യാതൊരു സ്വാധീനവുമില്ല. തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ അവരുടെ ഇംഗിതങ്ങൾ അവിടെ തീരെ ചിലവാകുന്നില്ല, അല്ലെങ്കിൽ അവർക്കാർക്കും ഇതിനെപ്പറ്റി പറയത്തക്ക ധാരണയില്ല എന്നുള്ള വേറൊരു കാര്യമാണ്. പിന്നെ UDFൻ്റെ മദ്യനയം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തമാശയല്ലേ. നമ്മളിത് എത്ര കണ്ടതാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ വൈകുന്നേരം 8 മണിയുടെ ചർച്ചയ്ക്ക് എത്രയോ ദിവസം ഈ വിഷയം ചർച്ച ചെയ്തത്. KPCC പ്രസിഡൻ്റായിട്ട് VM സുധീർ, കേരള മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി വരുന്ന ഒരു നല്ല കാലം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അന്നത്തെ ഒരു കോലാഹലം. ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേ ദിവസം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്തൊക്കെ തമാശകളായിരുന്നു. ഇവിടെ ബാറുകൾ പൂട്ടുന്നു, നിലവാരം കുറഞ്ഞ ബാറുകൾ പൂട്ടുന്നു, പിന്നെ നിലവാരം കൂടിയ ബാറുകൾ പൂട്ടുന്നു, പിന്നെ മദ്യശാലകളുടെ എണ്ണം കുറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് KPCC പ്രസിഡന്റ് ഏതാനും MLA-മാരുടെ മന്ത്രിമാരുടെയൊക്കെ പേരിടുന്നു ഇന്ത്യൻ ആളുകൾ മത്സരിപ്പിക്കാൻ പാടില്ല, ഇവരൊക്കെ ധാർമ്മികമായിട്ട് അതപ്പതിച്ചവരാണെന്ന്. അങ്ങനെയൊക്കെയുള്ള പരാജയം ഏറ്റുവാങ്ങിയത്. പരാജയം നേരിട്ട് ഇങ്ങോട്ട് വന്നതല്ല, നമ്മൾ അവിടെ പോയി ഇൻവിറ്റേഷൻ കൊടുത്ത് അവരെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടത് ഞങ്ങളൊന്ന് തോൽപ്പിക്കൂ എന്ന് പറഞ്ഞ് തോൽവി ഏറ്റുവാങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല തമാശകളും അരങ്ങേറിയിട്ട് ഒരു പാർട്ടിയുടെ കോൺഗ്രസ്. അതിൻ്റെ എന്താണ് മദ്യത നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ പൊതുവേ പറയുന്നത് മദ്യവർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യം, മദ്യ നിരോധനമല്ല. മദ്യത്തിൻ്റെ ഉപയോഗം ഘട്ടമായിട്ട് കുറച്ച് കൊടുത്ത് പിന്നെ ആരും കള്ളു കുടിക്കാത്ത, ആരും ചാരായം കുടിക്കാത്ത, ആരും ബ്രാൻഡി കുടിക്കാത്ത, റം കുടിക്കാത്ത ഒരു എന്താണ് പുതുയുഗ കേരളം കെട്ടിപ്പടുക്കുമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തമാശ ചിരിക്കാം എന്നല്ലാതെ ഇതൊന്നും യാതൊരു കഥയുമില്ല. ഏത് കാലത്തും മനുഷ്യർ കള്ളു കുടിക്കണമെന്നൊരു കള്ളു കുടിക്കും. അതിപ്പോൾ ഉമ്മൻചാണ്ടി വിചാരിച്ചാലും ശരിയാണ്, സതീശൻ വിചാരിച്ചാലും. AK ആന്റണി ചാരായം നിരോധിച്ച പോലെ. ചാരായം നിരോധിക്കുന്നതിന് മുമ്പ് ആളുകൾ ചാരായം കുടിച്ച് സമാധാനമായിട്ട് ജീവിച്ചിരുന്നത്. ചാരായം നിരോധിച്ചപ്പോൾ എന്ത് ചോദിച്ചാൽ ഈ കിട്ടുന്ന കാശ് മുഴുവനും ബാറിൽ കൊണ്ടു കൊടുക്കുന്നത്, ബ്രാൻഡി ഷാപ്പിൽ കൊടുക്കുന്നത്. അപ്പോൾ പണ്ട് ചാരായം എന്ന പേരിൽ കിട്ടിയിരുന്ന അതേ സാധനം തന്നെ അല്പം ചുവന്ന നിറത്തിൽ ഇത് കിട്ടാൻ തുടങ്ങി, പക്ഷേ വില കൂടുതലാണ്. അപ്പോൾ ഇവരുടെ അധ്വാന ഫലം പൂർണ്ണമായിട്ടും ബാറിലേക്ക് പോയി. ബാർ മുതലാളിമാർ കാശുകാരായി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഫലം ഉണ്ടായില്ല. AK ആന്റണിയുടെ ആ ഒരു യശോധാവള്യം 10 മടങ്ങ് വർദ്ധിച്ചു എന്നുള്ളത്. അപ്പോൾ എൻ്റെ സുഹൃത്തായ ഒരു ബാറുകാരൻ, സുഹൃത്തല്ല എൻ്റെ ഒരു കക്ഷി കൂടിയാണ്, സുഹൃത്തുമാണ്, അദ്ദേഹം പറഞ്ഞു ഈ ബാറ് അദ്ദേഹത്തിൻ്റെ ബാറിൽ പറയത്തക്ക കച്ചവടമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം AK ആന്റണി ചാരായം നിരോധിച്ചപ്പോൾ ബാറിൽ ഭയങ്കര കച്ചവടം. ഇദ്ദേഹം വളരെ പെട്ടെന്ന് വളരെ സമ്പന്നനായി. അദ്ദേഹം പിന്നീട് ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ സാറ് എനിക്ക് എൻ്റെ അമ്മ കഴിഞ്ഞാൽ പിന്നെ ആന്റണി സാറാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു, ഒരു കാര്യം ചെയ്യും ചങ്ങാതി, നിങ്ങൾ ആ ബാറിൽ AK ആന്റണിയുടെ പടം മാല അടിച്ച് വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുമ്പിൽ കത്ത് കിടഞ്ഞെന്ന് ഒരു ലൈറ്റ് ഉണ്ടല്ലോ, യേശു ക്രിസ്തുവിൻ്റെയൊക്കെ പടത്തിന് മുമ്പിലൊക്കെ ഉണ്ട്, അതുകൂടി ഒരെണ്ണം വയ്ക്കി. കാരണം പുള്ളി നമ്മൾ കടപ്പെട്ട ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരുത്തണം എന്ന്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പണികളാണ് ആന്റണി നല്ല ഉദ്ദേശത്തോട് ചെയ്തതാണ്. പക്ഷേ ഒരാൾ പോലും കുടി നിർത്തിയില്ല. ചാരായത്തിൻ്റെ ഉപയോഗം ഇല്ലാതായപ്പോൾ ആളുകൾ ബ്രാൻഡി കുടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ബാറുകാർ സമ്പന്നമായി. അത്രയല്ലേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിപ്ലവം. ഇതൊക്കെ തമാശ കേൾക്കാനും കാണാനുമൊക്കെ. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ അഭ്യാസങ്ങളാണ്, തമാശകളാണ്. ഇന്നലെ അദ്ദേഹം പെരുമ്പാവൂർ വന്നിട്ട് അന്യദേശ തൊഴിലാളികൾക്ക് ഹിന്ദിയിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മേലിൽ ഞങ്ങൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല. അത് ചൊല്ലിയവരും ചൊല്ലിക്കൊടുത്തവരും എല്ലാവർക്കും വളരെ സന്തോഷമായി, കേട്ടവർക്കൊക്കെ സന്തോഷമായി. ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി അടക്കം പെരുമ്പാവൂർ എന്നിട്ടെന്നിട്ടേ പെരുമ്പാവൂർ എത്ര ഇതിൻ്റെ ഉപയോഗം കുറയും എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. നേരെ കുറിച്ച് തന്നെയാണ് അവിടെ ഡിവൈഎസ്പിയായിട്ട് വെച്ചാൽ ആഭ്യന്തരമന്ത്രിക്ക് മുന്നിലെങ്കിൽ നിന്ന് പെടരുത്. അദ്ദേഹം ശ്രീ ജയശങ്കറിനെ പിടിച്ച് തൂഫാൻ വാറിയറാക്കും. എനിക്ക് പേടിയാതല്ല. നാളെ മറ്റന്നാളൊക്കെ ഇവിടെ എൻ്റെ വീട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ അടുത്തായുണ്ട്. മിക്കവാറും നേതാക്കന്മാർക്ക് ഈ വഴിയെ പോവാം. പുറത്തെ നാഷണൽ ഹൈവേയാണ്. എപ്പോഴാണ് ചെന്നിത്തലജി നമ്മുടെ വീട്ടിൽ ഈ ബാഡ്ജുമായിട്ട് വരുന്നത് ആലോചിച്ച് പേടിച്ചിരിക്കണേ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, രമേശ് ചെന്നിത്തലൊക്കെ വരികയാണെങ്കിൽ ഞാനിവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ മതി. അതല്ലേ മാർഗം. എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വരുന്നത് ശ്രീ ജയശങ്കർ, ഈ പല സഭാധ്യക്ഷന്മാരും ഈ തൂഫാൻ വാറിയർ ബാഡ്ജ് ഏറ്റുവാങ്ങുന്നതാണ്. സത്യത്തിൽ ഇവരുടെ സ്വന്തം സഭയിലുള്ള ഈ ബാർ മുതലാളിമാരോടും ഈ ലഹരി വിൽക്കുന്നവരോടും ഒക്കെ അത് വിൽക്കരുതെന്ന് പറയുക, അത് വിറ്റാൽ നിങ്ങൾക്ക് ഈ സഭയിൽ സ്ഥാനമില്ലെന്ന് പറയുക, നിങ്ങളുടെ കട ഉദ്ഘാടനം ചെയ്യാനോ വീട് വഞ്ചരിക്കാനോ ഞങ്ങൾ വരില്ലെന്ന് പറയുക. അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറയും. എന്ന് മാത്രമല്ല, ഇവർ ഈ പെറ്റ് വീഴുമ്പോൾ തൊട്ട് വേദപാഠ ക്ലാസ്സുകളിൽ സന്മാർഗം ഉപദേശിക്കുന്നവരാണ്. ഈ സന്മാർഗം ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ അവരെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. ഇനിയാണ് ഓപ്പറേഷൻ തൂഫാൻ. തൂഫാനോട് മാത്രമല്ല, അതിൽ വലിയൊരു തമാശ. പണ്ട് ഈ
ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെതിരായിട്ട് മദ്യവിരുദ്ധ സമരം നടക്കുന്ന കാലത്ത്, അത് വി എസിൻ്റെ സമയത്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇവിടെ ഈ മധ്യ കേരളത്തിലെ ഒരു പ്രമുഖ മതമേലധ്യക്ഷൻ, വലിയ പണ്ഡിതനായിട്ടുള്ള വ്യക്തിയായിരുന്നു, അദ്ദേഹം ഇങ്ങനെ കുടിച്ച് മരിച്ചുപോയി എന്നാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ ആദ്യം കൂടി നിർത്തിയിട്ട് ബാക്കിയുള്ളവർ ഉപദേശിക്കും, തൂഫാൻ വാരിയേഴ്സ് ആവുകയും ശരിക്കും നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ പ്രമോദ് കുമാർ, വാഗ്ദാനങ്ങളും അതെങ്ങനെ പ്രവൃത്തിപഥത്തിൽ വരുന്നു എന്നുള്ള കാര്യവും ലോകത്തെല്ലായിടത്തും എല്ലാ തെരഞ്ഞെടുപ്പിലും ഭരണത്തിലും തർക്കവിഷയമാണ്. അത് ഇവിടെയും ഒരു പ്രതിസന്ധിയാവുന്നുണ്ടോ? ശ്രീ ജയശങ്കർ ഇപ്പോൾ അതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ സതീശന് വരാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പോൾ ഈ ജനങ്ങളുടെ പ്രതീക്ഷ, ജനങ്ങളുടെ അമിത പ്രതീക്ഷ. അപ്പോൾ അതിന് കോൺഗ്രസ് UDF സർക്കാർ കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ, ഈ വാഗ്ദാനം വലിയ വാഗ്ദാനങ്ങളുടെ പുറത്ത് കയറിയാണ് ഇവർ ഇപ്പോൾ ഭരണത്തിലേറിയിരിക്കുന്നത്. ഇത് ഡെലിവറി ചെയ്തില്ലെങ്കിൽ അടുത്ത 1-2 വർഷം കൊണ്ട് ഈ സർക്കാരിന് ക്രൈസിസ് ഉണ്ടാവും, സതീശനും ക്രൈസിസ് ഉണ്ടാവും. സാധാരണ ഈ എക്സ്പെക്റ്റേഷൻസ് മാനേജ്മെൻറ്റിൽ പറയും പ്രോമിസ് ലെസ് ഡെലിവർ മോർ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവരിപ്പോൾ ഇവർക്ക് 9 മാസമേ ഈ വർഷം ഉള്ളൂ. ഇതിനകത്ത് തന്നെ ഇവർ വലിയ പ്രോമിസുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഡെലിവർ ചെയ്യാൻ പ്രയാസമാണ് പല കാര്യങ്ങളും. ഈ ആളുകളിത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെയും ഇൻസ്റ്റൻറ്റ് ടെലിവിഷൻ്റെയും ഒക്കെ കാലത്ത് ഇത് ഉടനെ തന്നെ മുമ്പ് പറഞ്ഞത് എന്താണ്, ഇപ്പോൾ പറഞ്ഞത് എന്താണ്, നമ്മൾ മറ്റേ ഈ ബ്രീസറിൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണ്. അതുകൊണ്ട് ഈ പ്രോമിസ് എങ്ങനെ ഡെലിവറി ചെയ്യുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ഈ വരാൻ പോകുന്ന റെസിസ്റ്റൻസ്. ഉറപ്പായിട്ടും കോൺഗ്രസിൻ്റെ സംസ്കാരവും കോൺഗ്രസിൻ്റെ അകത്തുള്ള പവർ ഡൈനാമിക്സും ഒക്കെ വെച്ച് ഇതിനകത്തു നിന്ന് സതീശൻ്റെ നേതൃത്വത്തിനും ബാക്കി ഇപ്പോഴുള്ള ഡൈനാമിക്സിനും ഒക്കെ മാറ്റങ്ങൾ വരും. കാരണം നമ്മളിത് എല്ലാ കാലവും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുമ്പുള്ള പോലെയുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ കാലമല്ല ഇപ്പോൾ. ഇന്ത്യയുടെ മൊത്തം ദേശീയമായിട്ടും പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ രീതികൾ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നോക്കിയേ, ഈ CPM കഴിഞ്ഞ 10 വർഷം ഭരിക്കുമ്പോൾ ഒരു അതിഭീകരമായ ശക്തിയുള്ള ഒരു മോണോലിത്തിക് സ്ട്രക്ചറായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പൊടിഞ്ഞ് ഏതാണ്ട് പകുതിയിൽ താഴെ വന്നിരിക്കുന്നു. അവർക്ക് ശരിയാമണ്ണം സംസാരിക്കാൻ ആളില്ല. അസംബ്ലിയിൽ അവരുടെ പെർഫോമൻസ് വളരെ മോശം. അവർക്കൊന്നിനെ തന്നെയും എതിർക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. നാഷണൽ ലെവലിൽ അവർക്ക് ലീഡേഴ്സ് ഇല്ല. ഇത് നമ്മൾ വെസ്റ്റ് ബംഗാളിൽ നോക്കിയാൽ അത് തന്നെ അവസ്ഥ. TMC പൊടിഞ്ഞ് ഏതാണ്ട് ഇല്ലാതായി. അങ്ങനത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുള്ള കാലമാണ്. അതുകൊണ്ട് ഇത് കണ്ടിട്ട് കോൺഗ്രസിനകത്തുള്ള ഇപ്പോൾ കാണുന്ന പോലെ മറ്റേ ആളിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഡൈനാമിക്സ് ഒക്കെ കുറച്ച് കൺട്രോളിൽ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഈ പ്രതീക്ഷയുടെ അമിതഭാരം ഇവർക്ക് പ്രശ്നമാവും. ഈ വർഷം എങ്ങനെയെങ്കിലും 9 മാസം തള്ളി നീക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ബജറ്റിൽ എന്താ പറയുന്ന ചില പോളിസി ഈ ലൈനുകളെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ, ഏത് ദിശയിലോട്ടാണ് സഞ്ചരിക്കാൻ പോകുന്നത്. എന്നാൽ പോലും ഈ പണമൊക്കെ ചിലവാക്കണം. ഈ പണം ചിലവാക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവരേത് ദിശയിലാണ് പോകുന്നത്, ഈ സർക്കാരിൻ്റെ അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി ഉണ്ടോ, എന്തൊക്കെയാണ് ഡെലിവറി ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ ഇത്രയും ദിവസം കണ്ടതിൽ ഞാൻ കൂടുതൽ സ്കെപ്റ്റിക്കലായിട്ട് പറയുന്നില്ല. എന്നാലൊരു 3-4 മന്ത്രിമാരൊഴികെ, പരിചയമുള്ള ഒരു 3-4 മന്ത്രിമാരൊഴികെ ബാക്കിയുള്ളവരൊന്നും ഇതുവരെ വിസിബിളായിട്ടില്ല. അതിൽ ഞാൻ നിരാശനാണ്. കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ അധികാരത്തെ ജനങ്ങൾ അതിശക്തമായിട്ടാണ് വലിച്ചെറിഞ്ഞത്. അതായത് അവർ കൂട്ടമായി ഒരു പ്രതികാരമെന്നോളമാണ് അവർ പോളിംഗ് ബൂത്തുകളിൽ വന്ന് ഇവരെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയത്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഇംഗ്ലീഷിൽ പറയും നമ്മുടെ വെൻ ദ റബ്ബർ ഹിറ്റ്സ് ദ റോഡ്, അതുപോലെ ആയിരിക്കണം തുടക്കം മുതൽ തന്നെ ഇവർ പ്രവർത്തിക്കണമായിരുന്നു. പക്ഷേ പല മന്ത്രിമാരും ഇപ്പോഴും നമ്മൾ അവരൊന്നും കാണുന്നില്ല, അവർ വിസിബിളല്ല. അവർ അറ്റ്ലീസ്റ്റ് അവരുടെ പ്രസൻസ് മാർക്ക് ചെയ്യാനായിട്ടെങ്കിലും എന്തെങ്കിലും അവർ അടുത്ത ഈ വരാൻ പോകുന്ന 9 മാസം അടുത്ത ഫിനാൻഷ്യൽ ഇയർ വരെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ബജറ്റ് ഒരു നയരേഖ കാണിക്കുന്നുണ്ട്. എന്നാലും അവരെ ഇൻഡിവിജ്വലായിട്ട് അവരവരുടെ പ്രസൻസ് മാർക്ക് ചെയ്യണമായിരുന്നു. അത് പലരിലും ഞാൻ കണ്ടില്ല എന്നുള്ളത് അല്പം നിരാശ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇനി സമയമുണ്ട്. ഇവർ പുതിയതായതുകൊണ്ടുള്ള പ്രശ്നമല്ല. കാരണം ഇവർ പുതിയ ആൾക്കാർ, ഇവരെല്ലാം ബ്രൈറ്റായിട്ടുള്ള ചെറുപ്പക്കാരും ബ്രൈറ്റായിട്ടുള്ള പൊളിറ്റീഷ്യൻസുമാണ്. പരിചയസമ്പന്നരായിട്ടുള്ള മന്ത്രിമാർ എന്ത് പെട്ടെന്നാണ് അവർ ഇപ്പോൾ ഫീൽഡിലോട്ട് ഇറങ്ങി ആക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഉദാഹരണത്തിന് ഷിബു ബേബി ജോൺ എടുക്കാം. ഈവൻ ചീഫ് മിനിസ്റ്റർ വി ഡി സതീശൻ പുതിയതാണെങ്കിൽ പോലും വി ഡി സതീശനും ആക്റ്റീവാണ്. പിന്നെ രമേശ് ചെന്നിത്തല, ഈവൻ മുരളീധരൻ, ഇവരൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുകയാണ്. മറ്റുള്ളവരെയും നമ്മൾ കാണുന്നില്ല. ഇവരെത്രയും പെട്ടെന്ന് തന്നെ
അവരുടെ എന്താണ് ഞങ്ങളുടെ സ്റ്റോറി എന്നുള്ളത് അവർ പറയേണ്ട സമയമായിരിക്കുന്നു. അല്ലെങ്കിലുണ്ടല്ലോ ഈ ഇനേർഷ്യ ബാധിച്ചു കഴിഞ്ഞാൽ കുറേശ്ശെ ആളുകൾക്ക് മടുപ്പെന്നല്ല പറയുന്നത്, ആളുകൾ കുറച്ചൊക്കെ ടയേർഡാവാൻ തുടങ്ങും. അതിന് ഉള്ള അവസരം ഇവർ കൊടുക്കരുത്.